നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2-ന്റെ ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൻ്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞു, സമാധാനമായി. ഇനിയാണ് നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഓരോ കോഴ്സുകളെ കുറിച്ചും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണകൾ വേണ്ട സമയം ഇതാണ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് +1 +2 പഠിക്കാതെ പറ്റത്തില്ല. അല്ലാതെ എടുത്തു ചാടി നമുക്ക് +1 +2 താണ്ടി വേറൊരിടത്തോട്ട് പെട്ടെന്ന് ഡയറക്റ്റായിട്ടൊരു എൻട്രി ഇല്ല. +1 +2 കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഇനി നിങ്ങളുടെ കയ്യിലാണ്, ഇനി താക്കോല് നിങ്ങളുടെ കയ്യിലാണ്. ഈ താക്കോല് കൊണ്ട് നല്ല കോഴ്സുകൾ തുറക്കാനുള്ള ബുദ്ധിയും ഒക്കെ നിങ്ങൾക്കാണ് വേണ്ടത്. ഈ പറഞ്ഞ പോലെ കുറേ ബന്ധുക്കൾ പറഞ്ഞു, ഞാൻ എപ്പോഴും പറയുന്നതാണ് വീഡിയോ, കുറേ ബന്ധുക്കൾ പറഞ്ഞു തന്നു, കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ അങ്ങ് നമ്മളൊരു രാജ്യത്തോട്ട് പോകുന്നു. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഒരു ഇനിയുള്ള അങ്ങോട്ടുള്ളത് അടിച്ചു പൊളിക്കാനും ഫിനാൻസായിട്ട് നല്ല ഗംഭീരമാകാനും നമ്മുടെ വീടിനെ സംരക്ഷിക്കാനും മാതാപിതാക്കളെ സംരക്ഷിക്കാനും നമ്മുടെ ഫാമിലി ഒക്കെ ഇതാക്കാനും ഒക്കെ ഇപ്പം നിങ്ങളെടുക്കുന്ന അടുത്ത ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻട്രൻസിൻ്റെ വിഭാഗത്തിൽ നമ്മൾ ഇപ്പം നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് നമുക്കറിയാം, ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസാണ്. കീം എന്ന് പറയുന്നത് ഓൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസാണ്. അതിൻ്റെ ഒരു കൂടിയ ഓൾ ഇന്ത്യ വേർഷൻ വരുന്നതാണ് JEE എന്ന് പറയുന്നത്. പല ഫേസുകളിലായിട്ട് JEEയുടെ എക്സാം നടക്കുന്നതാണ്. ഇപ്പം നമുക്കിനി അടുത്ത് വരുന്ന 2 പ്രധാനപ്പെട്ട എൻട്രൻസ് എന്ന് പറയുന്നത് ഒന്ന് നീറ്റും 2 കീമുമാണ്. അന്നേരം ഈ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം പലരെയും പല രീതിയിലാണ് നീറ്റ് ക്രാക്ക് ചെയ്യണം എന്ന് 100% കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. ചിലർ നീറ്റ് എന്തായാലും ഒന്ന് എഴുതി നോക്കണം, നിർബന്ധമായിട്ടൊന്ന് എഴുതി നോക്കണം. കിട്ടുകയില്ല, നമുക്ക് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം എന്തായാലും നീറ്റിന് അപ്ലൈ ചെയ്തു ഒന്ന് എഴുതാം എന്നുള്ള 2-3 കാറ്റഗറി ഉള്ള കുട്ടികൾ എപ്പോഴും എല്ലാ വർഷങ്ങളും ഉള്ളതാണ്. അന്നേരം കീമിന് ഇതുപോലെ തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ആരെ കൊണ്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളിത് കുറച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ഞാനൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്, സ്വന്തമായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുള്ളതാണ്. ഓൺലൈനായിട്ടാണെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മൾ JEEയും നീറ്റും കീമും NDയൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. അന്നേരം നമുക്കറിയാം, ഇത് ഒരു ഭയപ്പെടുത്തലിലൂടെ ഒരു പ്രത്യേകതരം ഫോക്കസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ എൻട്രൻസ് എന്ന് പറയുന്നത്. ക്രാഷ് എന്നൊക്കെ പറയുന്ന ഒരു യഥാർത്ഥത്തിൽ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവർക്കും കിട്ടുമോ, എല്ലാവർക്കും കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, +2 കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടികൾക്കറിയാം, ബേസും കൺസെപ്റ്റും വൃത്തിയായിട്ടിരിക്കുക. ഒരു ചാപ്റ്റർ ഉണ്ട്. ഇപ്പം ഡയമെൻഷൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ യൂസസ് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ നമുക്കത് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അത് ഏത് ഇക്വേഷൻ, ഇതെല്ലാം 1 മിനിറ്റ് കൊണ്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റണം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം, അതിൻ്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം, ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത് ആൻസർ കിട്ടണം. ഇതിനൊക്കെ നമുക്ക് കിട്ടുന്ന മാക്സിമം സമയം എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. അന്നേരം നമ്മൾ ഇപ്പം ഞാനാണെങ്കിൽ ഓൺലൈൻ നമ്മുടെ എൻട്രൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം നീറ്റ് ആയാലും കീം ആയാലും JEE ആയാലും ND ആയാലും നമ്മൾ ND ആയാലും ഈ 4 ഇതിന് വിഭാഗത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ചാപ്റ്ററുകളുടെയും ബേസ് മുതൽ കൺസെപ്റ്റ് വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊടുക്കുക. അത് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പോൾ ഫിസിക്സ് ഞാൻ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അത് നമ്മൾ തന്നെ ഫിസിക്സിൻ്റെ ബേസും കൺസെപ്റ്റും ക്ലിയർ ആയി കഴിഞ്ഞാൽ ഫിസിക്സ് ടഫാണ് എപ്പോഴും. എവിടെ നീറ്റായാലും നിങ്ങൾ നോക്കിയാൽ അത് JEE ആയാലും കീമിനാണ് ഫിസിക്സ് നല്ല ടഫാണ്. എന്നാൽ നീറ്റിനും കീമിനും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീറ്റിന് PCB അല്ലേ, ബയോളജിയാണ്, ബോട്ടണി സുവോളജിയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. പക്ഷേ അത് നമുക്ക് ഡയറക്റ്റായിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും നീറ്റ്. ഫിസിക്സും കെമിസ്ട്രിയും അവിടെ ഒരു വളരെ പ്രമുഖരായിട്ടുള്ള 2 എണ്ണമാണ്. കാരണം ഫിസിക്സ് നന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ബയോളജിയിൽ നിന്ന് ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു പരിധിയിൽ കൂടുതലൊന്നും ചോദിക്കാൻ യാതൊരു സാധ്യതയില്ല. അത് പഠിപ്പിക്കുന്നവർക്കും അറിയാം, അത്യാവശ്യം റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ളവർക്കും അറിയാം. കെമിസ്ട്രിയും ഫിസിക്സും ശ്രദ്ധിച്ചാൽ നമുക്ക് റാങ്കിലോട്ട് പോകാനും ഈസിയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റാങ്ക് ലെവലൊക്കെ എത്താനും ഒക്കെ സാധിക്കുന്നതാണ്. കീമാണെങ്കിലും PCM-ആണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ്. അവിടെ മാത്സിനാണ് വെയിറ്റേജ് കൂടുതൽ. അതിൻ്റെ ബേസും കൺസെപ്റ്റും അറിയാം. മാത്സിൻ്റെ ഈ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, പൊതുവെ പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഈസിയും ടഫും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്താൽ ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആർക്കും സോൾവ് ചെയ്യാം. നിങ്ങളല്ല ഒരു ബുക്ക് മേടിച്ച് 3500 രൂപയുടെ 5000 രൂപയുടെ ഒരു ബുക്ക് മേടിച്ച് വെച്ചിട്ട് നിങ്ങളിതൊന്നും സോൾവ് ചെയ്യുന്നത് പറ്റത്തില്ല. എന്തായാലും ഒരു അധ്യാപകൻ്റെ മികവോടുകൂടി നിങ്ങളത് ചെയ്യുമ്പോഴാണത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ചിലർക്ക് നീറ്റും ഗെയിമും ക്രാക്ക് ചെയ്യാം ഉറപ്പായിട്ടും. കാരണം നീറ്റിന് വേണ്ടി പഠിക്കുന്ന ഒരു ഫിസിക്സും കെമിസ്ട്രിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കീമിന് നിങ്ങൾക്ക് 100% പ്രയോജനം ചെയ്യും. പിന്നെ നിങ്ങൾ ബയോ, അതായത് ബോട്ടണി സുവോളജി മാത്സും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം.
ഇത് വർക്ക് ചെയ്യുന്ന ഡ്യൂറേഷൻ എത്രമാത്രമാണ്, അതിനൊരു പ്രോപ്പർ ടൈം ടേബിൾ തരിക. ഇതെല്ലാം ഞാനിപ്പം നാളെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നീറ്റിൻ്റെയും കീമിൻ്റെയും NDAയുടെയും ഒരു ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്നേരം ബാച്ചസ് ഇപ്പം ഒരുപാട് ബാച്ചസ് ഓൾറെഡി റിപ്പീറ്റഡ് ബാച്ചസ് ഉണ്ട്, റിപ്പീറ്റേഴ്സിൻ്റെ ബാച്ചസ് ഓൾറെഡി റണ്ണിങ് ആണ്. അന്നേരം ആദ്യമുള്ള എല്ലാ ക്ലാസ്സിലും കിട്ടും. ഈ പറഞ്ഞ പോലെ ബേസും കൺസെപ്റ്റും കിട്ടും. ഒരു സബ്ജക്റ്റിൽ നിന്ന് 1000 കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. അത് ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിളായിട്ടുള്ള PDF മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അന്നേരം നമുക്ക് ആർക്കും ചേരാൻ പറ്റണം. അതായത് നമുക്ക് ഇപ്പം ഇതിനകത്തൊക്കെ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ആണെങ്കിൽ പോലും നീറ്റിനും കീമിനും നമ്മൾ വെക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ നീറ്റും പ്ലസ് കീം. നീറ്റും കീമും എടുക്കുന്ന ഒരു കുട്ടിക്ക് 3000 രൂപയുള്ളൂ. ഒരു ഫിസിക്സിൻ്റെ ബുക്ക് മേടിക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 3500 രൂപയ്ക്കുള്ള നല്ല ബുക്കൊക്കെ മേടിക്കുവാണെങ്കിൽ, ക്വാളിറ്റി ഉള്ള സ്റ്റഫുള്ള ബുക്ക് മേടിക്കുവാണെങ്കിൽ നല്ല പൈസയാവും. അന്നേരം നീറ്റും കീമിലൂടെ നമുക്ക് 3000 രൂപയുള്ളൂ. നീറ്റോ കീമോ നിങ്ങൾ സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 2500 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക്, നമുക്ക് ക്രാക്ക് ചെയ്യണം, നമുക്ക് ആരെയും ഞാൻ ഫോഴ്സ് ചെയ്തൊരു അധ്യാപകരാണ്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചേരാം. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും, നീറ്റ് ആണെങ്കിൽ നീറ്റ് എന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക, കീം ആണെങ്കിൽ കീം, നീറ്റ് പ്ലസ് സ്കീമാണെങ്കിൽ നീറ്റ് പ്ലസ് സ്കീം എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം എന്നെ വിശ്വസിക്കുന്ന നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ 100 അല്ല 150% നമ്മൾ ഔട്ട്പുട്ട് തിരിച്ച് ഉറപ്പായിട്ടും നൽകിയിരിക്കും. ഈ പറഞ്ഞ പോലെ റിസൾട്ട് നമ്മൾ വലിയ അഡ്വർടൈസ്മെൻറ്റ് വലിയൊന്നും ചെയ്തില്ല, പക്ഷേ നമുക്ക് ഗംഭീരമായ റിസൾട്ടുകൾ എല്ലാ വർഷവും കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അറിയാവുന്ന കുട്ടികൾക്ക് നമുക്ക് അറിയാം, ഇവർ നന്നായിട്ട് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആ റൂട്ട് പിടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കും അത് മനസ്സിലാകും. വളരെ ഈസി ആയിരിക്കും, എല്ലാ സബ്ജക്റ്റും പഠിക്കുകയും ക്രാക്ക് ചെയ്യാനും എളുപ്പമാണ്. അന്നേരം നിങ്ങൾ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും, നിങ്ങൾക്ക് ഏതാണോ കോഴ്സ് വേണ്ടത് ഈ നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഞാൻ തന്നെ ഡീറ്റെയിൽസ്, പക്ഷേ ആ ഡീറ്റെയിൽസ് തരുന്നതിന് ഇപ്പോൾ നാളെ ഒരു ബാച്ച് തുടങ്ങുന്നു, ആ ബാച്ചിൻ്റെ ഇപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫുള്ളായി. അന്നേരം മാക്സിമം എത്രയും സ്പീഡിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. കാരണം സ്റ്റാഫുകളെ ഞാൻ ഏൽപ്പിക്കാറില്ല, നമ്മൾ തന്നെ റിപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അത് മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചേരാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ചേരാം. എന്തായാലും ഇതൊരു 100% റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.